Hello everyone. It is the continuation of the chapter The End of Living and the Beginning of Survival by Chief Seattle. കഴിഞ്ഞ ക്ലാസ്സിൽ റെഡ് ഇന്ത്യൻസും അവർ ജീവിക്കുന്ന ഏർത്തും തമ്മിലുള്ള ഇന്റർ കണക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നാണ് ചീഫ് സിയാറ്റിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നത്. ഇനി അതിൻ്റെ ബാക്കി നോക്കാം. The rivers are our brothers, they quench our thirst. The rivers carry our canoes and feed our children. If we sell you our land, you must remember and teach your children that the rivers are our brothers and yours. And you must henceforth give the rivers the kindness you would give any brother. സിയാറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദ റിവേഴ്സ് ആർ അവർ ബ്രദേഴ്സ്. ദ റിവേഴ്സ് ആർ അവർ ബ്രദേഴ്സ്. പുഴകൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഈ പുഴകളാണ് ഞങ്ങളുടെ ദാഹം അകറ്റുന്നതും. കൂടാതെ ഈ പുഴയിൽ നിന്ന് ഞങ്ങൾ മീൻ പിടിക്കുകയും അത് ഭക്ഷണമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നതും ഈ പുഴകളാണ്. സോ അവർ വൈറ്റ്സിനോട് പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭൂമി നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഭൂമി നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളും പുഴകളെ സഹോദരങ്ങളോടെന്ന പോലെ സമീപിക്കുക. നിങ്ങളുടെ ബ്രദേഴ്സിനോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ദയയുമെല്ലാം ഈ പുഴകളോടും നിങ്ങൾ കാണിക്കുക. മാത്രമല്ല, പുഴയെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും നിങ്ങളുടെ മക്കളെയും നിങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്ന് സിയാറ്റിൽ വൈറ്റ്സിനോട് പറയുകയാണ്. അതായത് അവരെങ്ങനെയാണോ നേച്ചറിനെ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ഏർത്തിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ ഏർത്ത് വൈറ്റ്സ് വാങ്ങിക്കുമ്പോൾ വൈറ്റ്സും അവരുടെ ഏർത്തിനെ അതുപോലെ ട്രീറ്റ് ചെയ്യണം എന്നാണ് സിയാറ്റിൽ വൈറ്റ്സിൻ്റെ അടുത്ത് പറയുന്നത്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് റെഡ് ഇന്ത്യൻസും ഏർത്തും തമ്മിലുള്ള ഇന്റർ കണക്ഷനാണ് വ്യക്തമാക്കുന്നത്. ഏർത്തിനെയും അതിലെ ഓരോ ജീവജാലങ്ങളെയും റെഡ് ഇന്ത്യൻസ് സഹോദരങ്ങൾ എന്നോണം സ്നേഹിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഭൂമി വിൽക്കുക എന്നൊരു കൺസെപ്റ്റ് അവർക്ക് സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ വൈറ്റ്സിൻ്റെ ദയർ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ഏർത്ത് തികച്ചും ഡിഫറെൻ്റ് ആണ്. റെഡ് ഇന്ത്യൻസിന് ഏർത്തിനോടുള്ള സാമീപ്യമല്ല വൈറ്റ്സിന് ഏർത്തിനോടുള്ളത്. അതറിയാവുന്നത് കൊണ്ട് തന്നെ സിയാറ്റിൽ വൈറ്റ്സിനോട് പറയുന്നുണ്ട്, ഭൂമിയെ എങ്ങനെയാണ് തങ്ങൾ പരിശുദ്ധമായി കാണുന്നത്, ഭൂമിയോട് എങ്ങനെയാണ് തങ്ങൾ ഇടപഴകുന്നത്, തങ്ങൾ ഭൂമിയോട് ഇടപഴകുന്നത് പോലെ തന്നെ നിങ്ങളും ഭൂമിയോട് ഇടപഴകണമെന്ന് സിയാറ്റിൽ വൈറ്റ്സിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ബാക്കി നോക്കാം. We know that the white man does not understand our ways. We know that the white man does not understand our ways. സിയാറ്റിൽ നമ്മൾ മുകളിൽ പറഞ്ഞ മാതിരി പ്രകാരം എങ്ങനെയാണ് ഭൂമിയെ പരിപാലിക്കുക എന്ന് വൈറ്റ്സിനെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും സിയാറ്റിലിനറിയാം, ദ വൈറ്റ് man does not understand our ways. ഈ പറഞ്ഞ പ്രകാരം ഒന്നും വൈറ്റ്സ് ഭൂമിയെ സംരക്ഷിക്കില്ലെന്ന് സിയാറ്റിലിനറിയാം. കാരണം വൈറ്റ്സിൻ്റെ ഭൂമിയോടുള്ള ചൂഷണവും കടന്നുകയറ്റവും പ്രകടമായിരുന്നു. റെഡ് ഇന്ത്യൻസിൻ്റെ നേറ്റീവ് ലാൻഡിലേക്കുള്ള ഈ കടന്നുകയറ്റവും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സോ സിയാറ്റിൽ പ്രസ്താവിക്കുകയാണ്, വി നോ ദാറ്റ്, റെഡ് ഇന്ത്യൻസിന് അറിയാം, the white man doesn't understand our ways. Means the whites doesn't understand the value of earth and how to preserve it. Okay, next point. The earth is not his brother but his enemy, and when he has conquered it, he moves on. The earth is not a brother to whites. മറിച്ച്
ഒരു ശത്രുതാ മനോഭാവത്തോട് കൂടിയിട്ടാണ് അവർ ഏർത്തിനെ കാണുന്നത്. വൈറ്റ്സ് ഭൂമിയുടെ ഒരു ഭാഗത്തു നിന്നും അവിടുത്തെ സോഴ്സസ് എല്ലാം അവരുടെ സ്വന്തം ബെനിഫിറ്റ്സിന് വേണ്ടി എക്സ്പ്ലോയിറ്റ് ചെയ്ത് മറ്റൊരിടത്തേക്ക് കടന്നു കയറുന്നു. വൈറ്റ്സ് ഏർത്തിനെ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് കാണുന്നത്. വൈറ്റ്സ് ഭൂമിയെ ശത്രു ആയാണ് കാണുന്നത് എന്ന് സിയാറ്റിൽ പറയുന്നു. കാരണം അവർ സ്വന്തം ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് ഏർത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഏർത്തിനെ ബ്രദർ ആയിട്ടല്ല എനിമി ആയിട്ടാണ് കാണുന്നതെന്ന് സിയാറ്റിൽ പറയുന്നു. നെക്സ്റ്റ് പോയിന്റ്. One portion of the land is same to his as the next, for he is a stranger who comes in the night and takes from the land whatever he needs. വൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ ഒരു ഭാഗത്ത് താമസിച്ച് മറ്റൊരിടത്തേക്ക് മാറുക എന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. ഭൂമിയിലുള്ള ഒന്നിനോടും അവർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ വൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും അവർക്കൊരുപോലെയാണ്. അവരൊന്നിനെയും സ്വന്തമായി കാണുന്നില്ല, അവരൊന്നിനെയും സഹോദരങ്ങളായി പരിഗണിക്കുന്നില്ല, അവരൊന്നിനെയും സ്നേഹിക്കുന്നില്ല. ഒരു അപരിചിതനെ പോലെ, ഒരു സ്ട്രേഞ്ചറെ പോലെ അവർ രാത്രിയിൽ വന്നിട്ട് ഭൂമിയുടെ ഓരോ ഭാഗങ്ങളും കയ്യേറ്റം ചെയ്യുകയാണ്. ഇവിടെ രാത്രിയിൽ ഭൂമി കയ്യേറ്റം ചെയ്യുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരായ മാർഗത്തിലൂടെയല്ല വൈറ്റ്സ് ഭൂമിയിലെ ഓരോ ഭാഗങ്ങളും നേടിയെടുത്തത് എന്നാണ്. സോ ഒരു സ്ട്രേഞ്ചറെ പോലെ അവർ രാത്രി വന്ന് ഭൂമിയിലുള്ള ഓരോ ഭാഗങ്ങളും കയ്യേറുകയാണ്. അതിലെ എല്ലാ സോഴ്സസും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കടന്നു കയറുകയും ചെയ്യുന്നു. ഓക്കെ. He leaves his father's grave behind and he does not care. ഇത്തരത്തിൽ ഭൂമിയുടെ ഒരു ഭാഗം കീഴടക്കിക്കൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് കടന്നു കയറുമ്പോൾ അവരുടെ ഫാദേഴ്സിൻ്റെ ഗ്രേവ് കൂടിയാണ് അവർ, അതായത് വൈറ്റ്സ് അവിടെ ഉപേക്ഷിച്ച് പോകുന്നത്. അവരതുപോലും കെയർ ചെയ്യുന്നില്ല. He treats his mother, the earth, and his brother, the sky, as things to be brought, plundered, sold like sheep. His appetite will devour the earth and leave behind only a desert. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വൈറ്റ്സ് അമ്മയാകുന്ന ഭൂമിയെ അതോടൊപ്പം ബ്രദറാകുന്ന ആകാശത്തെയും ചെമ്മരിയാടിനെ പോലെ, ചെമ്മരിയാടിനെ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ചെമ്മരിയാടിനെ വില കൊടുത്ത് വാങ്ങിക്കുന്ന പോലെ തന്നെ ഭൂമിയെയും അവർ വാങ്ങിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഭൂമിയുടെ സത്തയെല്ലാം ഊറ്റിയെടുത്ത് മരുഭൂമിയായി ഭൂമിയെ അവർ അവശേഷിപ്പിക്കുന്നു, വെറും ഡെസേർട്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ അഭിവൃദ്ധി ആർത്തിയോടെ ഊറ്റിയെടുത്ത് വെറും മരുഭൂമിയാക്കി ഭൂമിയെ അവശേഷിപ്പിക്കുകയാണ് വൈറ്റ്സ്. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.